വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് ഡേറ്റ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ മാർക്കറ്റ് വന്നൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആ റിയാക്ഷന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ചെറിയ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനാണ് സാധ്യത കാണുന്നത്. എനിവേ, ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ കാണുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഇന്ന് കോർ ബി സി പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലി ന്യൂസ് വരുന്നതാണ്. അതിന്റെ പ്രീവിയസ് ഫിഗർ 0.0 ആയിരുന്നു. ഫോർകാസ്റ്റ് 0.1 ആണ് വരുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ന്യൂസ് വരുന്ന സമയത്ത് എല്ലാവരും ന്യൂസ് എങ്ങനെ വന്നു എന്നതിന് ശേഷം മാത്രം, ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു നല്ലൊരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് താഴോട്ടേക്ക് ഒരു ചെറിയ റിയാക്ഷൻ കാണിക്കുന്നത്. ആ ഏരിയയെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 334388 3330.009 ആണ് വരുന്നത്. ഇനി അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 3298.063, അതുപോലെ 3281.827 ആണ് വരുന്നത്. പിന്നെ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ കാണുന്നത്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3245.953, അതുപോലെ 3204.055 ആണ് വരുന്നത്. ഇനി റെസിസ്റ്റൻസ് ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഏരിയയും കൂടി ഉണ്ട്. അതിനും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഇതിനു മുൻപും പറഞ്ഞൊരു ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെയും പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം. 3414.187, അതുപോലെ 3391.169 ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ 1 അവറിൽ നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മളിപ്പോ നേരത്തെ വരച്ച ഈ ഒരു ലെവലിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട്. ഈ ലെവലിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പ്രൈസും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം 3355.092, അതുപോലെ 3342.306 ആണ് അവിടെ കാണിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ ഈ ഒരു ലെവലും ഇപ്പൊ നമ്മളിപ്പോ വേറൊരു ലെവൽ, അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയ ഒരു ലെവലും അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനെ അതുകൊണ്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 3331.712, അതുപോലെ 3324.880 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സപ്പോർട്ട് അതുപോലെ തന്നെയുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുമ്പോൾ അതെല്ലാം അതുപോലെ തന്നെയാണ്. മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് 50 മിനിറ്റ്സിന്റെ. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇതൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയത്. ആ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് 50 മിനിറ്റ്സിന്റെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3363.344, അതുപോലെ 3368.353 ആണ്. ഇനി നമുക്ക് എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കായിരിക്കാം. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. ചിലപ്പോൾ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിലേക്ക് പോവാം. ആ ഒരു ബൈയുടെ ടാർഗറ്റ്, ആദ്യത്തെ ടാർഗറ്റ് ഈ 50 മിനിറ്റ്സിൻ്റെതാണ്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു 1 അവറിന്റെയാണ്. വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് ഫോർത്ത് ടാർഗറ്റ് ഇതാണ്, ഫിഫ്ത്ത് ടാർഗറ്റ് ഈ ലെവലാണ്. അപ്പൊ അതൊന്ന് നോക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോ സെല്ലിന്റെ കാര്യം ഒന്ന് പറഞ്ഞ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇവിടേക്ക് തന്നെ ഇറങ്ങാം. ഇവിടെ ഇതൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത.
അപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവല്, അതായത് ഇതായിരിക്കണം മിക്കവാറും ടാർഗറ്റ്. എന്നിട്ട് ആ ടാർഗറ്റിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെന്തായാലും ലൈവ് മാർക്കറ്റിൽ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മുകളിലോട്ട് നമ്മൾ പറയുന്ന ടാർഗറ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, ഈ ഒരു ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡും ഫോർത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല രീതിയിലുള്ള റിയാക്ഷനോ റിജക്ഷനോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സപ്ലൈ നടന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കീ ഏരിയാസിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.